ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടോ മറ്റ് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് നേതൃത്വം? അത് എന്തൊക്കെ ചോദ്യങ്ങളാണ് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്, ഏതൊക്കെ വിഷയത്തിലാണ് കോൺഗ്രസിന് ഉത്തരം വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഷിംല കരാർ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കോൺഗ്രസ് ചോദിക്കുന്നു സർക്കാരിനോട്, കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്ന ആദ്യ പ്രധാന ചോദ്യം, അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? നിലപാട് വ്യക്തമാക്കണം. ഷിംല കരാർ ഉപേക്ഷിച്ചോ എന്നത് ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഷിംല കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിച്ച ഇതുവരെ പുലർത്തിപ്പോകുന്ന നിലപാടുണ്ട്. ആ നിലപാട് അത് കൈവിട്ട് മറ്റൊന്നിലേക്ക് മാറുകയാണോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്നത് വ്യക്തമാക്കണമെന്നാണ് അമേരിക്കൻ ഇടപെടൽ, മൂന്നാം രാജ്യത്തിന്റെ ഇടപെടൽ എന്ന ചർച്ചകൾ സജീവമാകുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രസക്തി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര സർക്കാരിനോട് മറ്റൊരു പ്രധാന ചോദ്യം മൂന്നാം കക്ഷിക്ക് ഇടമൊരുക്കിയോ എന്നുള്ളതാണ്. അതായത് കശ്മീർ എല്ലാ കാലത്തും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് എല്ലാ ഭരണാധികാരികളും ഒരുപോലെ പറയാറുള്ളതാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും കശ്മീരിനെ ചൊല്ലി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കശ്മീരിൽ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയത്തിൽ മൂന്നാമതൊരു കക്ഷിക്ക് ഇടമൊരുക്കിയോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് അടുത്തതായി ചോദിക്കുന്നത്. ശശി തരൂരിന്റെ നിലപാട് വരുമ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇടുന്ന പോസ്റ്റുകളും കോൺഗ്രസ് ഔദ്യോഗികമായി ഇപ്പോൾ സ്വീകരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നിലപാടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. തരൂർ പറയുന്ന 1971 സാഹചര്യമല്ല, ഇന്ദിരാഗാന്ധി നേരിട്ട സാഹചര്യമല്ല, 2025 എന്ന സാഹചര്യം ആകെ മാറിയിരിക്കുന്നു. അതായത് നരേന്ദ്രമോദി ഇപ്പോൾ കൈകാര്യം ചെയ്ത മറ്റൊരു സാഹചര്യത്തെയാണ്, അന്ന് ഇന്ദിരാഗാന്ധി കൈകാര്യം ചെയ്ത മറ്റൊരു സാഹചര്യത്തിലാണ്. കോൺഗ്രസ് നേതാക്കളുടെ സമാധാനം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് തരൂർ പറയുന്നത്. അതായത് യുദ്ധമല്ല വേണ്ടത്, സമാധാനം വേണ്ടത്. ആ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് നിലപാടിന് തീർത്തും വിരുദ്ധമായിട്ടുള്ള നിലപാട്, കോൺഗ്രസിന്റെ തന്നെ ആഗോള പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ തലത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ കോൺഗ്രസിലൊരു ആധികാരികമായിട്ടുള്ള ഒരു പ്രതികരണം, ഒരു നിലപാടൊക്കെ പറയുന്ന ആളാണ് ശശി തരൂർ. അദ്ദേഹം ഇപ്പോൾ കുറച്ചായി പറയുന്നതൊക്കെ കോൺഗ്രസിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് എന്നുള്ളതും നമുക്കറിയാം. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അനൂപ്, കോൺഗ്രസ് ഒഫീഷ്യലി ഒരു സ്റ്റാൻഡ് ക്ലിയർ ആയി വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു, സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ 71 സാഹചര്യത്തെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള എഴുത്തുകൾ വരുന്നതും അതൊക്കെ നമ്മൾ വായിച്ചതുമാണ്, വാർത്തയായതുമാണ്. തരൂർ ഇങ്ങനെ 71 സാഹചര്യമല്ല 2025 എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഉൾക്കൊള്ളാനാകുമെന്നുള്ളതാണ് അല്ലേ? അല്ല, അത് ഏതെങ്കിലും തരത്തിൽ വലിയ തോതിൽ BJPക്ക് അനുകൂലമായത് കോൺഗ്രസിനെതിരായത് എന്ന നിലയിൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കാരണം ശശി തരൂർ ഈ യുദ്ധ സാഹചര്യം ഇല്ലാതായത്, സമാധാനം പുലർന്നത് സ്വാഗതം ചെയ്തതാണ്. ഇന്നലെ വൈകിട്ട് 5:40 മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരു യുദ്ധമല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, സമാധാനമല്ലേ, ആ നിലയിൽ സമാധാനം വരട്ടെ എന്നുള്ളതാണ്. അതേ പരിപാടി, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു ഇന്നലെ ഡൽഹിയിൽ. ആ പുസ്തക പ്രകാശനം കഴിഞ്ഞ് രാത്രി തിരിച്ചിറങ്ങുമ്പോഴാണ് തരൂര് ഒരു ദേശീയ വാർത്താ ഏജൻസിയുമായിട്ട് ANI അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു 1971 2025 സാഹചര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയാണ്, 71 ഇന്ത്യ യുദ്ധത്തിലേക്ക് പോയ, പാകിസ്ഥാനുമായി യുദ്ധത്തിലേക്ക് പോയ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഭീകരതക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അന്ന് ആ നിലയിലല്ല ഉണ്ടായത്. ഈ രണ്ട് സാഹചര്യം തമ്മിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല, അദ്ദേഹം 71 നേട്ടത്തെ തള്ളി പറയുന്നില്ല. കോൺഗ്രസ് വലിയ നേട്ടമായി എക്കാലവും കോൺഗ്രസ് മാത്രമല്ല നമ്മുടെ രാജ്യവും ഉയർത്തി കാണിക്കുന്നതാണ് 1971 യുദ്ധവിജയം എന്ന് പറയുമ്പോൾ അതിൽ യുദ്ധവിജയം എന്ന അപ്പുറത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങളുടെ 7ാം കപ്പൽ പടയെ അയക്കുകയാണെങ്കിൽ അയച്ചോളൂ, നമുക്ക് കാണാം എന്ന് പറയാൻ ആർജവം ഒരു പ്രധാനമന്ത്രി കാണിച്ചു എന്നുള്ളതാണ്. അന്ന് നമ്മളെ സഹായിക്കാൻ USSRന്റെ പടക്കപ്പലുകൾ നമ്മുടെ ഈ കടലിൽ വന്ന് നിരന്നതും അത് കണ്ട് 7ാം കപ്പൽപ്പട തിരിച്ചു പോയതും ഒക്കെ ചരിത്രമാണ്. ആ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം, വലിയ മാറ്റമുണ്ട്. പക്ഷേ ഇതാണ് തരൂർ പറയുന്ന കാര്യം. അതേസമയം തന്നെ ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസിൻ്റെ നിലപാട് അത് തന്നെയാണ്. ഈ പ്രസ്താവന വെച്ച് കോൺഗ്രസ് ഒരു നിലപാടും തരൂർ വേറൊരു നിലപാടും പറയുന്നു എന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് ഈ യുദ്ധ സാഹചര്യം അവസാനിപ്പിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഷിംല കരാർ, ആ കരാറിന്റെ അവസ്ഥ എന്താണ്, നിങ്ങൾ അത് ഉപേക്ഷിച്ചോ എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നു. ഒപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ഒരു യുദ്ധ സാഹചര്യം വന്നു, അമേരിക്കൻ പ്രസിഡന്റാണ് ഇതാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിന് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ചോ എന്നുള്ള ചോദ്യമാണ്. അത് സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യമാണ്. ആ ചോദ്യം കോൺഗ്രസും ചോദിക്കുന്നു, മധ്യസ്ഥത വഹിച്ചോ? അതിനുള്ള മറുപടി കേന്ദ്ര സർക്കാർ തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നമുക്ക് വിശദീകരിക്കാം. അതേസമയം തന്നെ പല വിഷയങ്ങളിലും കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായ നിലപാട്, ഒരു സ്വതന്ത്ര നിലപാട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ
വിശ്വപൗരൻ എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിന് അതിന് കരുത്തും നൽകുന്നുണ്ട്. എന്ന നിലയിൽ അദ്ദേഹം പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായമില്ല. അതേസമയം പ്രവർത്തക സമിതി ചൂണ്ടിക്കാണിച്ചത് പഹൽഗാമിലുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ച, അതേക്കുറിച്ച് കൂടി അന്വേഷിക്കണം, അക്കാര്യത്തിലും നടപടികൾ കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാം. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ പിടികൂടാനുള്ള ശ്രമം സർക്കാർ തുടരുമെന്ന ഉറപ്പുണ്ടെന്നും പറയുന്നുണ്ട് ശശി തരൂർ. ആ ഉറപ്പ് തനിക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരുപക്ഷെ അവരെന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്ന് കോൺഗ്രസ് ഒക്കെ ചോദ്യം ഉന്നയിക്കുമ്പോൾ അവിടെ കൂടി തരൂർ ഒരു ഉറപ്പ് പങ്കുവെക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പുതിയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തരൂരിന്റെ ഈ പ്രസ്താവന അതിനെ ആ പോസിറ്റീവ് സ്പിരിറ്റിൽ കാണും, അല്ലെങ്കിൽ അതത്ര പോസിറ്റീവ് അല്ല, കോൺഗ്രസിന്റെ സ്റ്റാൻഡിലല്ല, അങ്ങനെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾക്ക് ഈ മണിക്കൂറിൽ സാധ്യതയുണ്ടോ? കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഈ വിഷയത്തിലാകെ ഔദ്യോഗിക പ്രതികരണം നടത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ്, ഒപ്പം തന്നെ പ്രവർത്തക സമിതി അംഗവുമായിട്ടുള്ള സച്ചിൻ പൈലറ്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് അല്പസമയത്തിനകം 1 മണിക്കാണ് സച്ചിൻ പൈലറ്റ് മാധ്യമങ്ങളെ കാണുക. 1 മണിക്ക് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കും. ഇന്നലെ രാത്രിയാണ് ശശി തരൂർ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അതിനുശേഷം തരൂരിനെതിരെ ആരും കോൺഗ്രസിൽ നിന്ന് രംഗത്ത് വന്നിട്ടില്ല. കാരണം അതത്ര കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാടായി കോൺഗ്രസിലെ ഒരു നേതാവും കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതേസമയം ഇന്ന് രാവിലെയാണ് ഈ വിഷയത്തിലെ കോൺഗ്രസിന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ ട്വീറ്റ് വന്നിരിക്കുന്നത്. വക്താവാണ് ജനറൽ സെക്രട്ടറിയും പാർട്ടി വക്താവുമാണ്. അതായത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട നിലപാടൊക്കെ വളരെ കൃത്യമായി പറയുന്ന ആൾ ജയറാം രമേശ്. അതുകൊണ്ട് ജയറാം രമേശ് ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട്. ഷിംല കരാർ ഉപേക്ഷിച്ചോ, യുഎസിന്റെ മധ്യസ്ഥതയിൽ അവർ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 3ാം കക്ഷി മധ്യസ്ഥതയ്ക്കുള്ള വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടോ കശ്മീർ വിഷയത്തിൽ എന്ന ചോദ്യമുണ്ട്. പ്രശ്ന പരിഹാരത്തിൽ 3 പോയിന്റുകളാണ് വളരെ പ്രധാനം. 1972 ഒരു ലോക സാഹചര്യം, ഇന്ത്യയുടെ സാഹചര്യവും പാകിസ്ഥാന്റെ സാഹചര്യവും നമുക്ക് അറിയുന്നതാണ്. ബംഗ്ലാദേശിന്റെ പിറവി, ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശിന്റെ പിറവിയിലേക്ക് പോയി. 72 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ഇരു രാഷ്ട്രങ്ങളുടെയും പ്രധാനമന്ത്രിമാർ ഇരുന്ന് ഷിംലയിൽ വെച്ച് ഒരു കരാറിൽ ഒപ്പിടുന്നു. അന്ന് യുദ്ധത്തടവുകാരായി പിടിച്ച പാകിസ്ഥാൻ സൈനികരെ മോചിപ്പിക്കുന്നതിനടക്കമാണ് അത്തരമൊരു കരാറിലേക്ക് പോകുന്നത്. ഷിംലയിൽ വെച്ച് ഒപ്പിട്ട എഗ്രിമെന്റാണ് ഷിംല കരാർ, ഷിംല എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായാണ് നമ്മൾ ഈ ലൈൻ ഓഫ് കൺട്രോൾ, LOC, നിയന്ത്രണ രേഖ എന്നത് ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നത്. 3ാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ തർക്കങ്ങളിൽ എന്ന സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ 3ാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന പോയിന്റിൽ ഷിംല കരാർ ഉപേക്ഷിച്ചോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്.